ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ എന്ന് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിൽ പറയാറുണ്ട്. റിസ്ക് എടുക്കാൻ കഴിയുക എന്ന് പറയുന്നത് പ്രത്യേക ഒരു അനുഭവമാണ്. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പാസ്റ്റ് മറക്കുന്നു, ഫ്യൂച്ചർ മറക്കുന്നു, പ്രസൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവമാണ്. ഒരു ആത്മീയതയിലും പറയാറുണ്ട്. ആത്മീയമാണെന്ന് പറഞ്ഞാൽ അത് ഡേഞ്ചറസ് ആയിട്ട് ജീവിക്കുക എന്നാണ് ആത്മീയതയിൽ പറയുന്നത്. പലപ്പോഴും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവണം. ജീവിതത്തിൽ പലതും റിസ്ക് എടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സെക്യൂരിറ്റി സോൺസ് കടന്നിട്ട് പലപ്പോഴും കംഫർട്ട് സോണുകളുണ്ട്. ആ കംഫർട്ട് സോണുകൾ കടന്ന് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇപ്പോൾ ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ. അപ്പോൾ നമ്മൾ ചില ഗെയിമുകൾ തന്നെ, ഹിമാചൽ പ്രദേശിൽ ഞാൻ ഈ ഇടത്തേക്ക് പോയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് ഗെയിം, പാരാഗ്ലൈഡിങ് അല്ലെങ്കിൽ സ്കൂബ ഡൈവിങ്, അങ്ങനെ പല പല ഗെയിമുകൾ ഇങ്ങനെ നടത്തുന്നുണ്ട്. ഇത്തരം ഗെയിമുകൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായ പ്രസൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. നമ്മൾ പാരാഗ്ലൈഡിങ് ആണെങ്കിലും സ്കൂബ ഡൈവിങ് ആണെങ്കിലും ഒക്കെ സമുദ്രത്തിനടിയിലോട്ട് പോകുമ്പോഴും ഒക്കെ നമുക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യും. അതൊക്കെ റിസ്ക് ഗെയിമുകളാണ്. അതുപോലെ ജീവിതത്തിൽ നമുക്ക് റിസ്ക് എടുക്കുവാനായിട്ട് പലപ്പോഴും കഴിയണം. ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ. സെക്യൂരിറ്റി സോണിൽ അല്ലെങ്കിൽ കംഫർട്ട് സോണുകളിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും ആനന്ദകരമാകത്തില്ല. പലരുടെയും ജീവിതം ബോറടിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അവരെ കംഫർട്ട് സോണിൽ മാത്രം പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ജീവിതത്തിൻ്റെ വ്യാപാരത്തിൽ മാത്രം, അല്ലെങ്കിൽ വീടുണ്ടാക്കുക എന്നുള്ള വ്യാപാരത്തിൽ മാത്രം, ജോലിയിൽ മാത്രം മുഴുകുക, അത് സമ്പാദിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രം ജീവിക്കുമ്പോൾ അതൊരു ആത്മീയമായ അനുഭവമായിട്ട് മാറത്തില്ല. ബി എ റിസ്ക് ടേക്കിംഗ് പേഴ്സൺ. അറിഞ്ഞുകൂടാത്ത ചില മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു മലകയറ്റത്തിന് പോകുന്നു. മലയുടെ ഉയരം കൂടുന്തോറും അതിന് വളരെയധികം റിസ്ക് കൂടുമ്പോഴത്തേക്കും നമ്മൾ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ മലകയറ്റം എൻജോയ് ചെയ്യും. പലപ്പോഴും നിങ്ങൾ മല കയറാൻ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, മലയുടെ ഉയരം കൂടുന്തോറും നമുക്ക് ഭീതി വർദ്ധിച്ചു വരും. പക്ഷേ നമ്മൾ ആ പ്രസൻറ്റിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യും. ഒരു കല്ലിൽ പോലും ചവിട്ടി വഴുതാതിരിക്കാൻ നമ്മൾ അത്രത്തോളം പ്രസൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യും. ഇത്തരം റിസ്ക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് എടുക്കാം, ഭൗതികമായിട്ട് എടുക്കാം, ആന്തരികമായിട്ട് എടുക്കാം. പല രീതിയിലും നമുക്ക് റിസ്ക്കുകൾ എടുക്കാം. നമുക്ക് അറിഞ്ഞുകൂടാത്ത പല മേഖലയിലേക്കും പോകാം. ഡ്രൈവിംഗ് പോലും പലരും പഠിക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ റിസ്ക് എടുക്കണം എന്നുള്ളതുകൊണ്ടാണ് ഡ്രൈവിങ്ങിൽ പോലും പലർക്കും പേടിയുള്ളത്. റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ അമിതമായ റിസ്ക്കുകളല്ല, എന്നാൽ ആ റിസ്ക്കുകൾക്കകത്ത് ഒരു സൗന്ദര്യവും ഒക്കെ ഉണ്ട്. നമ്മളപ്പോൾ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടുന്നു, പ്രസൻറ്റ് മൊമെൻറ്റിലായിത്തീരുന്നു എന്നുള്ളതാണ് റിസ്ക്കുകളുടെ മനോഹാരിത. അപ്പോൾ അങ്ങനെയുള്ള റിസ്ക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. ആ കംഫർട്ട് സോണുകളെ ഭേദിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് പലപ്പോഴും നല്ല ജീവിതാനുഭവങ്ങൾ വരുന്നത്. കംഫർട്ട് സോണിനകത്ത് ഒതുങ്ങി നിൽക്കുമ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്തേക്ക്, നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു സ്ഥലത്തേക്ക് പോലും പോകുമ്പോൾ നമുക്ക് ആ കംഫർട്ട് സോൺ ഭേദിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട്. പലപ്പോഴും നമ്മുടെ കംഫർട്ട് സോണുകൾക്കകത്ത് കഴിയുന്ന ആൾക്കാർ റിസ്ക് എടുക്കുക, ജീവിതത്തിൻ്റെ പുറത്തോട്ട് വെളിയിൽ വരിക. ആ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ നമ്മുടെ പേഴ്സണാലിറ്റി വർദ്ധിക്കും. ആത്മീയതയുടെ തരത്തിൽ തന്നെ ഒരുപാട് റിസ്ക്കുകളെക്കുറിച്ച് പറയാം.